മാവൂർ മീഡിയയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കുന്നമംഗലം ബ്ലോക്കിൽ മാവൂർ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടുള്ള ഡോക്ടർ CK ഷമീമാണ്. എനിക്ക് മുന്നണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് യുവാക്കൾ മത്സരരംഗത്തേക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഡോക്ടർ ഷമീമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അക്കാദമിക് രംഗത്ത് നിന്നുകൂടി വന്ന ഒരാൾ എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കി കാണുന്നത്? ആദ്യമായി മാവൂർ മീഡിയയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. ഇടതുപക്ഷം എല്ലാ കാലത്തും യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു മുന്നണിയാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്തിൽ മാത്രമല്ല, മറ്റ് സമസ്ത മേഖലകളിലും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവസരം നൽകുന്ന ഒരു മുന്നണി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഷ്ട്രീയം പറയുകയല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആഴ്ചക്ക് മുമ്പേ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കോൺഗ്രസിൽ നിന്നും അവഗണന യുവാക്കൾ നേരിടുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ആക്ഷേപവും വരുന്നില്ല. യുവാക്കൾക്ക് അവസരം നൽകുക എന്നുള്ളതല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് വലിയൊരു ബാധ്യത തന്നെയാണ്. കാരണം അതിന് കൃത്യമായൊരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കും. അത് പാലിക്കണം. 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പാലിക്കുമ്പം കൃത്യമായൊരു മോണിറ്ററിംഗ് മുകളിൽ നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഓഡിറ്റിംഗ് അല്ല, സോഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, അതൊരു മുന്നണി ഓഡിറ്റ് കൂടി നടത്തുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം എന്നുള്ളത്. അപ്പം പറഞ്ഞു വരുന്നത് ഡോക്ടർ CK ഷമീം വിജയിച്ചു കഴിഞ്ഞാൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മുകൾ ഭാഗത്ത് നിന്നുള്ള ഒരു മോണിറ്ററിംഗ് ആ അർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു വരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് വരുമ്പോഴേ പ്രവർത്തനം കാര്യക്ഷമമാവുള്ളൂ. അതിലപ്പുറം അതെല്ലാം വളരെ കൃത്യതയോടുകൂടിയും ഡിസിപ്ലിനോട് കൂടിയിട്ടും നടക്കാനുള്ള ഒരു കാരണം കൂടിയാവും. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് മാവൂർ ഡിവിഷനിൽ നിന്ന്. സാധാരണ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പില് വാർഡ് തലത്തിൽ മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുന്നതും അവർക്കാണ് കൂടുതൽ ജോലി ഉണ്ടാവുകയും ചെയ്യുക എന്ന് സാധാരണ പറയാറുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴുണ്ടാവുന്ന വെല്ലുവിളികൾ എന്താണ്? ബ്ലോക്ക് പഞ്ചായത്തിൽ ജനങ്ങൾ സ്വതവേ അങ്ങനെ ബന്ധപ്പെടാത്ത ഒരു മേഖലയാണ്. 3 തരം മെമ്പർമാരാണ് ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. അതിനുശേഷം അസംബ്ലി ഉണ്ട്, പാർലമെന്റ്. അങ്ങനെ ഓരോ വ്യക്തിക്കും നമ്മുടെ ബാലറ്റ് പേപ്പറിലൂടെ നമ്മുടെ സമ്മതിദാന അവകാശം കൊണ്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന 5 പേരുണ്ട്. വാർഡ് മെമ്പർ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അതിനുശേഷം അസംബ്ലി അഥവാ MLA, ശേഷം വരുന്നതാണ് പാർലമെന്റ് അഥവാ MP. നിങ്ങളുടെ ചോദ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ അത്ര ഇടപെടൽ ജനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതായിരിക്കും. ഒരുപാട് സാധ്യതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തന ഫണ്ടുള്ള ഒരു മേഖല തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ഒക്കെ മേഖലയിൽ ഒരുപാട് ഫണ്ടുകൾ, അത് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ വരുന്നുണ്ട്. അത് സപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിലൂടെ അല്ലെങ്കിൽ വാർഡ് മെമ്പറിലൂടെ തന്നെ ആയിരിക്കും. അപ്പം പ്രദേശങ്ങളിലൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിന്റെ ഫണ്ട്, ജില്ലയുടെ ഫണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ഇവിടെ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അസാപ്പിലൂടെ ഒരുപാട് പേർക്ക്, അസാപ്പ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ ആണല്ലോ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട്, അതിലൂടെ ഒരുപാട് പേർക്ക് കോഴ്സ് അല്ലെങ്കിൽ ഒരു പഠനം നൽകി അതിനുശേഷം പ്ലേസ്മെന്റിലൂടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഒരു 170-ലധികം ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം വലിയ സാധ്യതയുള്ള മേഖല തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. മാവൂർ ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഡോക്ടർ ഷമീമിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മാവൂർ എന്ന പ്രദേശം അത്ര അന്യമല്ല. മാവൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇപ്പോഴും പാഴ്ഭൂമി പോലെ കിടക്കുന്ന ഏക്കർ കണക്കിനുള്ള ഗോളിയോറൻസിന്റെ ആ ഭൂമിയാണ്. എന്താണ് അതിനെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടും എന്താണ് പറയാനുള്ളത്? മാവൂരിനെ സംബന്ധിച്ച് മാവൂരിന് ഒരു തറവാടിത്തമുണ്ട്.
പല നാടുകളിലേക്കും ചെന്നാൽ പണ്ട് കാലത്ത് കോളിയോറൻസ് ഉണ്ടായിരുന്ന ഉം. നാടല്ലേ മാവൂർ എന്നുള്ളത്. 10-22 വർഷങ്ങൾക്ക് മുമ്പേ അവർ ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോയി. അതിനുശേഷം ഇപ്പോഴും 100-300 ഏക്കർ കാലിയായി കിടക്കുകയാണ്. അപ്പം അതിൽ പദ്ധതി വരുന്നത് വരുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ, അതിനേക്കാൾ ഏറെ അതിൽ നിന്നും ഇപ്പം പന്നിശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നായശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ആക്രമണങ്ങൾ, എനിക്ക് തോന്നുന്നത് 1-2 വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ മാവൂർ മീഡിയ പോലെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്ത് നിന്ന് പന്നിയുടെ ആക്രമണം, അതുപോലെ നായയുടെ ആക്രമണമൊക്കെ. അപ്പൊ ഇതിന് വാസസ്ഥലം ഒരുക്കുന്ന ഒരു ഭൂമിയായി മാറിയിട്ടുണ്ട്. അടിയന്തരമായി അതിന് പരിഹാരം കാണണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനോ ഒന്ന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ബിർളയുമായിട്ട് സമരസപ്പെടുക എന്നുള്ളതല്ല. ബിർളക്ക് അവിടെ വികസനം പ്രത്യേകിച്ചൊന്നും വന്നില്ലെങ്കിലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ഒരു സ്ഥലമെങ്കിലും ആവണമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും ആദ്യഘട്ടത്തിൽ എത്ര കാലമായി അവിടെ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ അതിനുള്ള ഒരു പരിഹാരമെങ്കിലും കാണേണ്ടതുണ്ട്. അതിന് വലിയൊരു പങ്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ തന്നെയുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ഇപ്പം ഈ മാവൂർ പഞ്ചായത്ത് ഏകദേശം 10-15 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അത് ഇവർ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ പഞ്ചായത്തായ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അത് ഏറ്റെടുത്തു. ഞാൻ വരുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണല്ലോ. അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെള്ളന്നൂരിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാണാം. ITI ഇവിടെ കൊടുത്തു. ഇവര് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് അതും ചാത്തമംഗലം ചാത്തമംഗലം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട്. പക്ഷെ ഇവിടെ മാവൂർ പഞ്ചായത്തിൽ കണ്ണായ സ്ഥലത്ത് നമ്മുടെ ചെറുപ്പ ആശുപത്രി ഉണ്ട്. MCH അഥവാ ഇപ്പം പ്രൈമറി ഹെൽത്ത് സെന്റർ, അതാണല്ലോ ഏറ്റവും ചെറുത്. അതിന്റെ കുറച്ച് ഗ്രേഡ് കൂടിയതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയും. അതിനേക്കാളും കുറച്ചല്ല, അതിന്റെ ഉയർന്ന തലത്തിലുള്ളതാണ് MCH, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അതിന്റെ ഒരു ഭാഗമാണ്, ഇതൊരു ഹൃദയ ഭാഗമാണ്. ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ പ്രസവം നടന്നിരുന്നു. 24 മണിക്കൂറും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡുവൽ മാനേജ്മെന്റ് സിസ്റ്റം വന്നതിന് ശേഷമാണ് ഈ പറയുന്ന രൂപത്തിൽ ഡോക്ടർമാരുടെ ലഭ്യത കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ അവിടെ പ്രസവമൊന്നും നടക്കുന്നില്ല. പെട്ടെന്നൊരു പ്രസവ ആവശ്യം വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്ര യാത്ര ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചെന്നേണ്ടത് വലിയൊരു എമൗണ്ടും അവിടെ അവർ പേ ചെയ്യണമല്ലോ. ഇങ്ങനെ ഒരു ശോചനീയ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം തീർച്ചയായിട്ടും അത് പണ്ട് കാലത്ത് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു. അതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ അത് നടക്കുന്നത് മെഡിക്കൽ കോളേജിന്റെയും അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലാണ്. അതാണ് ഡുവൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. 2 മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം കാര്യമായി നടക്കുന്നത് PG വിദ്യാർത്ഥികളുടെ ഒരു ട്രെയിനിങ് സെന്ററായി മാറിയിട്ടുണ്ട്. അവരവിടുന്ന് ബസ്സിൽ കുറെ ആളുകൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം അവിടെ കാലിയായി കിടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബിൽഡിംഗ് നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി, അതുപോലെ OP സിസ്റ്റം, കാഷ്വാലിറ്റി ഒക്കെ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മാവൂർ പഞ്ചായത്തിൽ വേറൊരു ഹെൽത്ത് സെന്ററിനെ കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പം അതിന് ബദലാണ് ഈ പറയുന്ന ചെറുപ്പ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഏത് സമയം വലിയൊരു ക്യൂ ആയിരിക്കും. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കൊടിയത്തൂര്, ചെറുവാടി, അല്ലെങ്കിൽ ഇവിടെ നെച്ചോളി ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് ആ ആൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് തിരിച്ചു ടോക്കൺ കിട്ടും. അതിനുശേഷം ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, പോരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലേക്ക് അത് മാനേജ്മെന്റ് മാറിക്കഴിഞ്ഞാൽ അതിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്ത രീതിയിലുള്ള ടൂറിസം ഹബ്ബുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാവൂർ പഞ്ചായത്തിലെ കൽപ്പള്ളി ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വയലേലകളും അതേപോലെ തന്നെ അവിടെയുള്ള തണ്ണീർത്തടങ്ങള്, നമുക്കുള്ള പുഴ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഈ പഞ്ചായത്തിൽ അതിന് ഒരുപാട് സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങളത് പറഞ്ഞു വരുന്ന ഉത്തരവാദിത്ത ടൂറിസമാണ്, റെസ്പോൺസിബിൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. 2017 കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആ ഒരു മിഷൻ കൊണ്ടുവരുന്നത്. ശേഷം തന്നെ ഒരു വർഷം കൂടെ 300-ലധികം യൂണിറ്റ് കേരളത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് എല്ലാം ബന്ധായിരുന്നു.
എല്ലാം ബന്ധു എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ പോലും ഒരു രൂപ പോലും വരുമാനമില്ലാത്ത സമയത്ത് 30 കോടിയിലധികം വരുമാനം സമ്പാദിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ഒരു ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത്. അവനവന് തന്നെ ആഹ്, ഗ്രാമങ്ങളിലേക്ക് ടൂറിസം വ്യാപിക്കുക എന്നുള്ളതാണ്. അതായത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന രൂപത്തിൽ. ഇപ്പൊ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാറിലോ ഒക്കെ പോയാൽ അവിടെ ടിക്കറ്റിംഗ് സിസ്റ്റം ആണ്. അത് നമ്മൾ അങ്ങോട്ടാണ് പേ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഉള്ളൊരു ചെറിയ ഷോപ്പുകളോ കടകളോ ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം വരുമാനം കിട്ടും. അതിലപ്പുറമായിട്ട് ഈ ഒരു സിസ്റ്റം വരുന്നതോട് കൂടിയിട്ട് അവർക്ക് ഒരുപാട് വളരാനും വലിയ രൂപത്തിൽ വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിയൊക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ ചാത്തമംഗലം പഞ്ചായത്തില് സങ്കേതം ഭാഗം അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ ആണ് ആദ്യം വരേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ പ്രദേശം അത് സർക്കാരോ ഡിപ്പാർട്ട്മെന്റോ ഭരണസമിതിയോ ഒക്കെ പറയുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പേ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പദ്ധതി വരണം വരണം. അത് ഒരാൾക്ക് കണ്ടാൽ തന്നെ ആ സൈറ്റ് സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് ഭാഗത്തും ഉള്ള അത് ഒരു ഇനീഷ്യേറ്റ് ചെയ്ത് വരാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ഇവിടുന്ന് അതിനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിനുള്ള പ്രപ്പോസൽ വെക്കേണ്ടതൊക്കെ ആരാണ്? ലോക്കൽ ബോഡിയാണ്. ലോക്കൽ ബോഡി എന്ന് പറയുമ്പോൾ അതിന് ബ്ലോക്ക് പഞ്ചായത്തിന് ചുമതലയുണ്ട്, ഈ പറയുന്ന മാവൂർ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനുണ്ട്. ചുമതലയുണ്ട്. അപ്പോൾ അവര് ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നതിനനുസരിച്ചാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബാക്കി MLA അല്ലെങ്കിൽ സർക്കാരോ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യുവാക്കൾ പൊതുവെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ആരായാലും. ഡോക്ടർ ഷമീമിനെ സംബന്ധിച്ച് അക്കാദമീഷ്യൻ കൂടിയാണ്. ആ നിലയ്ക്ക് ചോദിക്കുകയാണ്, വളർന്നു വരുന്ന തലമുറക്ക് അവരുടെ അക്കാദമിക് രംഗത്തേക്ക് ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഡോക്ടർ ഷമീം ഈ രംഗത്ത് ചെയ്യാൻ പോകുന്നത്? ഇതില് കൂടുതൽ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതല്ല, നേടിയ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാവരും ഡോക്ടർ എടുക്കണം അല്ലെങ്കിൽ MBBS എടുക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ഇല്ല, ഒരിക്കലും ഇല്ല. അതല്ലല്ലോ നമ്മുടെ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലൊക്കെ എല്ലാവരും വേണം. അതിൽ ടാപ്പിംഗുകാർ വേണം, ടൈലർ വേണം, മീൻ കച്ചവടക്കാരൻ വേണം, തെങ്ങ് കയറ്റക്കാരനും വേണം. എല്ലാവരും വരുമ്പോഴേ ഇതൊരു പ്രകൃതിയും അതിനെ ഒരു ലോകം എന്ന് പറയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചിടത്തോളം ഇവിടെ റാൻഡം സാമ്പിൾ സർവേ നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് SSLC +2 ഒക്കെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകണമെങ്കിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത് SSLC പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് SSLC അത് സബ്മിറ്റ് ചെയ്യുക, കാണിക്കുക എന്നുള്ളതാണ്. അതില്ലാത്തത് കൊണ്ട് പലർക്കും നല്ല പ്രൊഫഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇമിഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നല്ല ജോലി നഷ്ടപ്പെടുന്നുണ്ട്. SSLC എനിക്ക് തോന്നുന്നത് ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഇതൊരു മാനദണ്ഡമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ SSLC വിട്ട് +2 കഴിഞ്ഞ് ഡിഗ്രിയാണ് പലതും മാനദണ്ഡമായി വരുന്നത്. അപ്പൊ ഇതൊക്കെ മുറിഞ്ഞു പോയവരുണ്ടാവും. അത് വിവാഹ കാരണം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെമ്പർ ആയാലും ആയില്ലെങ്കിലും തീർച്ചയായിട്ടും അതൊക്കെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. മാവൂരിലും ചെയ്യുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകും. മെമ്പറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ അത് വിശാലാക്കിയെടുക്കും. അതിന്റെ ഭാഗമാണ് നമ്മുടെ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് അതിൽ 10ാം ക്ലാസ് +2 പാസ്സാവാൻ അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ക്ലാസ് കൊടുത്ത് ഒരുപാട് ഗ്രാമങ്ങളിൽ ഇപ്പൊ അത് നടക്കുന്നുണ്ട്. ഇവിടെ അത്ര അത് എഫക്റ്റീവ് ആണോ എനിക്ക് തോന്നിയിട്ടില്ല. ചാത്തമംഗലം പഞ്ചായത്തിലുണ്ട്. അപ്പം അതിലൊക്കെ ഒരുപാട് ആളുകൾ ക്ലാസ്സിന് പോകുന്നു, പഠിക്കുന്നു, അവര് വിജയിക്കുന്നു. അതിനുശേഷം നമ്മൾ അവരെ കരിയർ ഗൈഡൻസ് ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങൾ +2 ചെയ്യണോ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പൊ അതിൽ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ചില കോഴ്സുകളുണ്ട്. ഞാൻ നേരത്തെ അസാപ്പ് സൂചിപ്പിച്ചു. എന്നതുപോലെ തന്നെ NSDCയുടെ കോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ അങ്ങനെ ഒരു കോഴ്സ് മുന്നേ നടത്തിയിരുന്നു, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതിന്റെ 2 വർഷം മുമ്പേ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു EDP കോഴ്സ് നമ്മൾ സംസാരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് നടത്തിയിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ നടത്താനുള്ള കാരണം അതിനിവിടെ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ 10ാം ക്ലാസ് പാസ്സാവാത്തവനെ കണ്ടെത്തി അവന് നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് കരിയർ ഗൈഡൻസും കൊടുത്ത് അതിന് വേണ്ട അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവനത് പാസ്സാക്കി എടുക്കുക. ശേഷം +2 പാസ്സാവട്ടെ. ഡിഗ്രി താല്പര്യമുള്ളവൻ അങ്ങനെ പോകട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് കോഴ്സ് കൊടുക്കാൻ പറ്റും. ഇപ്പം ITI ചാത്തമംഗലം പഞ്ചായത്തിലേക്ക് പോയി, അങ്ങനെ പറ്റാവുന്നവൻ ITIയിലേക്കും പോട്ടെ. ഇപ്പൊ ഒരു വയർമാൻ, ആ വയർമാന് സർക്കാർ കൊണ്ടുവന്ന നിബന്ധന പ്രൈവറ്റ് മേഖലയിലുള്ളവർക്ക് വയർമാൻ ലൈസൻസ് കോഴ്സ് പാസ്സാവണം എന്നുള്ളതാണ്. അപ്പം ITI പാസ്സാവണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് ബദലായിട്ട് സർക്കാർ തന്നെ KCBയുടെ അണ്ടറിലായിട്ട് വയർമാൻ ലൈസൻസ് കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് ഈ മാവൂരിൽ സാധ്യത ഉണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇലക്ട്രീഷ്യൻ, പ്രൊഫഷണൽ ഇലക്ട്രീഷ്യനും ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യനായിട്ട് മാറാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ചെറിയൊരു കോഴ്സിന് ഉദാഹരണം. അപ്പോൾ വലിയ സാധ്യതകൾ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്.
അതിന് ഈ ഗ്രാമപഞ്ചായത്ത് കൂടെ ലോക്കൽ ബോഡി, അതായത് മാവൂർ ഗ്രാമപഞ്ചായത്ത് കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും. മാവൂർ പ്രദേശത്തിന്റെ മറ്റൊരു ഒരു പ്രത്യേകത, ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പ്രദേശമാണ്. കലാ സാഹിത്യ മേഖലകളിലും അത്രയും ഒരു പൈതൃകം തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് മാവൂര്. അത്തരം മേഖലകളിലേക്ക് ഷമീമിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? അവർക്ക് വർക്ക്ഷോപ്പ് കൊടുക്കണം തീർച്ചയായിട്ടും. അതായത് ഈ ഇതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള മേഖലയിൽപ്പെട്ട ആളുകളെ, ഫാക്കൽറ്റികളെ കണ്ടെത്തി തീർച്ചയായിട്ടും അവരെ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം ഒരു 1 day ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒക്കെ അവർക്ക്, ശില്പശാല അവർക്ക് കൊടുക്കണം. ഇപ്പൊ ജഡ്ജസ് ആയിട്ട് കുറെ ആളുകൾ പോവാറുണ്ട്. അതിനുശേഷം വരുന്ന യുവതലമുറ ജഡ്ജസ് ആയിട്ട് വരാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം അവർക്കിത് ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ നിബന്ധനകൾ, വ്യത്യസ്ത മത്സര പരിപാടികളിൽ വരുന്ന വിധികർത്താക്കൾ പുതുതലമുറയിൽ അതും ഒരു കലാകാരന്റെ ഒരു ഡ്യൂട്ടിയാണല്ലോ, അതും അതിൽ പെടുന്നവരാണല്ലോ. ഇതിൽ തന്നെ കുറെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നുണ്ട്. അവരൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ട് ഇതിന്റെ ശരിക്കും ഒരു അക്കാദമിക്ക് തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഇത്തരം ഒരുപാട് ഇപ്പൊ സെന്ററുകൾ നമുക്ക് കാണാം. മാപ്പിളകല ഉണ്ട്, അല്ലെങ്കിൽ മറ്റു കലാ രംഗങ്ങളൊക്കെ ഉണ്ട്. അതിന് ഫോക്ലോർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടാവും, കോയിൻകുട്ടി വൈദ്യർ സ്മാരകവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടാവും. അവരതിനൊക്കെ തയ്യാറുമാണ്. അപ്പം ഏത് മേഖലയിൽ ആരും അതെ, ഇപ്പൊ അക്കാദമിയുടെ കാര്യം പറയുന്ന സമയത്ത് മാവൂർ പ്രദേശങ്ങളിൽ സ്പോർട്സ് അക്കാദമി ആയാലും ഇതേപോലെ കലാരംഗത്തുള്ള അക്കാദമികളായാലും അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? എല്ലാത്തിനും മാവൂരിൽ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് ഉൾനാടിന്റെ വലിയൊരു കേന്ദ്രമാണ് മാവൂർ എന്ന് പറയുന്നത്. ഇന്നല്ല, 10-60 വർഷങ്ങൾക്ക് മുമ്പേ. ഇപ്പം തന്നെ ആക്സസ് കൂടി. ഈ മലപ്പുറം, വാഴക്കാട്, ഇടവണ്ണ പറയുന്ന ഒരുപാട് പാലങ്ങൾ വന്നതിന് പാലങ്ങൾ നിന്ന് പുളിമാട്, ഈ പറയുന്ന വന്നു. ഇനിയിപ്പം മുന്തലക്കടവ് പാലം കൂടെ വന്നു കഴിഞ്ഞാൽ മാവൂരിന്റെ മുഖച്ഛായ തന്നെ മാറിയല്ലോ. നമ്മളൊക്കെ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇനി കുറച്ചുകൂടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇവിടേക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നുമില്ല. ഡോക്ടർ ഷമീമായി സംസാരിക്കുമ്പോഴും ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൽ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്ര നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഡോക്ടറാണ്, PhD ചെയ്ത ആളാണ്. എന്താണ് വോട്ടർമാരോട് നേരിട്ട് പറയാനുള്ളത്? വോട്ടർമാരോട് മത്സരിക്കുന്ന കാലത്ത് എന്നുള്ളതല്ല, വളരെ ചെറുപ്പം മുതലേ ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച് പോരുന്ന ആളാണ്. ഇപ്പൊ മത്സര രംഗത്ത് തന്നെ 3ാം തവണയാണെന്ന് പറയാം. 2015 ഇതേ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടാങ്കൽ ഡിവിഷനിൽ മത്സരരംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം 2020 കുന്നമംഗലത്ത് മത്സരരംഗത്തുണ്ടായിരുന്നു. അന്ന് മുന്നണി ധാരണ പ്രകാരം ഞാൻ വിഡ്രോ ചെയ്തു. ഇപ്പം വീണ്ടും ഞാൻ മാവൂർ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുകയാണ്. അപ്പം ഇവിടെ മത്സരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോ നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ആശയമൊന്നുമില്ലല്ലോ. ഇത് മുന്നണിയും പാർട്ടിയും നമ്മളോട് പറയുന്നു, അത് നമ്മൾ ശിരസ വഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ വാക്കുകളൊന്നുമില്ല. സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, ടാക്ടിക്സ് ഒന്നും എൻ്റെ അടുത്തില്ല. ഈ പദ്ധതികൾ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പറയുന്നതല്ല. ഇത് വളരെ കാലമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. മാവൂരിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞാൻ തന്നെ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മാധ്യമ വിദ്യാർത്ഥികൾ 2 വർഷങ്ങൾക്ക് മുമ്പേ ഈ മന്തലക്കടവ് പാലം വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അത് മന്തലക്കടവ് ഒരു പാലം വന്നു കഴിഞ്ഞാൽ മാവൂരിന്റെ മുഖച്ഛായ മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉൾത്തിരിഞ്ഞ് നമുക്ക് ലഭിച്ച ഒരു സമ്മറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അത് 10 വർഷം മുമ്പ് കെട്ടാങ്കലും പറഞ്ഞതാണ്. ജയിച്ചാലും ഇല്ലെങ്കിലും, ജയിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി, ജയിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടാവും. അവരിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റും. അങ്ങനെ തന്നെയാണ്. അത് 2015 കെട്ടാങ്കൽ മത്സരിച്ചപ്പോൾ വല്ലാതെ ഞാൻ അങ്ങ് ഒരു വാഗ്ദാനം കൊടുത്തു. അവിടെ ഒരു അംഗനവാടി അവർക്ക് അത്ര ആവശ്യം ഉണ്ടായിരുന്നു, വാർഡ് പുള്ളന്നൂർ. അപ്പൊ അത്രയും അവർ ആഗ്രഹിച്ചിരുന്നു ഒരു അംഗനവാടി. അപ്പൊ ഞാൻ തോറ്റു, പരാജയപ്പെട്ടു. അതിനുശേഷം എൻ്റെ മെമ്പറിലൂടെയാണ് അത് പൂർത്തീകരിച്ചു കൊടുത്തത്. അപ്പം പറഞ്ഞു വരുന്നത്, ഇവിടെ എന്തുകൊണ്ടും നമ്മളിപ്പം അന്യനൊന്നല്ല. 11 വർഷത്തോളമായി മാവൂരിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുമാണ്. ഈ പഞ്ചായത്തിൽ 10 വാർഡുകളും
തൊട്ടടുത്ത പഞ്ചായത്ത് ആയിട്ടുള്ള എൻ്റെ പഞ്ചായത്തായിട്ടുള്ള ചാത്തമംഗലത്ത് നിന്ന് അരയങ്കോട് എന്നുള്ള ഒരു വാർഡും കൂടി ചേർന്നുകൊണ്ട് 11ഓളം വാർഡുകളുണ്ട്. ഈ വാർഡുകളിലൊക്കെ ഒരുപാട് കാലമായിട്ട് സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അപരനൊന്നല്ല, അന്യനുമല്ല. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എൻ്റെ വിഷനും ജനങ്ങൾ ഇനി തരാൻ പോകുന്ന അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കൂടെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയായിരിക്കണം പ്രവർത്തനം നടത്തേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്വന്തമായി ഒരു മാധ്യമ സ്കൂൾ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് ഡോക്ടർ ഷമീം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്യമല്ലാത്തൊരിടത്തേക്കാണ് പാർട്ടി ഒരു വലിയൊരു ഉത്തരവാദിത്വം ഡോക്ടർ ഷമീമിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒപ്പം പരിചയമുള്ള ഡോക്ടർ ഷമീമിന് മാവൂർമയുടെ എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. ഗുഡ് ലക്ക്. നന്ദിയുണ്ട്. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.